അമേരിക്കയിൽ സർക്കാർ സേവനങ്ങളുടെ ഭാഗിക അടച്ചുപൂട്ടൽ അടുത്ത ആഴ്ചയിലേക്ക് നീളാൻ സാധ്യത. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഇന്ന് തുടങ്ങും എന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു. ഹ്രസ്വകാല ധനവിനിയോഗ ബിൽ ഇന്ന് വീണ്ടും സെനറ്റിൽ അവതരിപ്പിച്ചേക്കും. പാഴ്മരങ്ങൾ വെട്ടിമാറ്റാൻ ലഭിക്കുന്ന സുവർണ അവസരമാണ് ഷട്ട് ഡൗൺ കാലമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഹ്രസ്വകാല ധനവിനിയോഗ ബിൽ ഇന്ന് യുഎസ് സെനറ്റിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുമ്പോൾ ഡെമോക്രാറ്റുകൾ ബില്ലിനെ പിന്തുണയ്ക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബിൽ പാസ്സാകാതെ വന്നാൽ സർക്കാർ സേവനങ്ങളുടെ ഭാഗിക അടച്ചുപൂട്ടൽ നീളും. ഇന്നു മുതൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ആരംഭിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 7.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലാണ്. ഇപ്പോഴത്തെ അടച്ചുപൂട്ടലിനെ അവസരമായി കണക്കാക്കി നികുതിപ്പണം പാഴാക്കുന്ന ഏജൻസികളെ ലക്ഷ്യമിടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ധനവിനിയോഗ ബിൽ പാസ്സായില്ലെങ്കിൽ താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭക്ഷ്യസഹായ പദ്ധതിയായ WICക്കുള്ള ധനസഹായം തീർന്നുപോകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ധനവിനിയോഗ ബില്ലിൽ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ മ്യൂസിയങ്ങളിലേക്ക് ഇന്നലെ സന്ദർശകരെ പ്രവേശിപ്പിച്ചില്ല. ജീവനക്കാർ കുറവായതിനാൽ ദേശീയ ഉദ്യാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് സന്ദർശകരുടെ ജീവന് ഭീഷണിയാണെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.